ഹലോ ഗൈസ്, സോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നത്തെ നമ്മുടെ പരിപാടി എന്താ? വെട്ടിക്കെട്ടാണ് പരിപാടി. നമ്മള് 2025 കടക്കണതിന് മുമ്പ് വിഷുവിന് നമ്മൾ കഴിഞ്ഞ വിഷുവിന് കുറച്ച് പടക്കം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പൊട്ടിക്കാൻ പോണു. അപ്പൊ അതേ പടക്കം പൊട്ടിക്കാൻ ഒരുങ്ങി കിട്ടി വന്നിട്ടുണ്ട്. ആദ്യം ഇതേമാതിരി ഡ്രസ്സൊക്കെ ഇട്ടിരുന്നേ, ഞാനിതൊക്കെ ഇട്ടിരുന്നേ. പക്ഷെ അതേ മൂപ്പരാള് ഡ്രസ്സൊക്കെ മാതിരി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. പടക്കം പൊട്ടിക്കാൻ നമ്മൾ ക്ഷണിച്ചുള്ള വ്യക്തിയാണ് ദേവട്ടൻ. അപ്പോൾ 12 മണി ആകുമ്പോൾ നമ്മൾ പടക്കം വാരി കതറും. എന്നിട്ടായിരുന്നു പൊട്ടിനെ കൂട്ടിട്ട് കത്തിക്കുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വിഷുവിന്റെയാണ് പടക്കം. അപ്പൊ പൊട്ടില്ലെന്ന് ഡൗട്ടാണ്. ഓക്കെ, 11 കാല്. ഇതാണ് നമ്മുടെ പടക്കം. വള്ളിപ്പടക്കം അല്ല, വള്ളി പറ്റിച്ചില്ലേ? ചിക്ക് ബുക്ക് പെട്ട സാധനല്ലേ? ഓലപ്പടക്കല്ലേ? ഒരു മിനിറ്റ് കേട്ടാ, സൂം ഔട്ട് പോയി. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാമഗ്രികളാണ് ഇത്. എന്തൊരു പറയാ, ഇത് വള്ളിപ്പടക്കം. അത് കത്തി കയറില്ല, നമുക്ക് കറക്കി കളിക്കാം. കമ്പത്തിരി ഉണ്ട്, മാലപ്പടക്കം ഉണ്ട്. മാല കുഴിക്കല്ലേ, അത് കുറച്ച് ഓലപ്പടക്കം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓലപ്പടക്കം. ഇതിനകത്തുണ്ട് ചിക്ക് ബുക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ കുറച്ച് എളിയ പടക്കങ്ങളാണ്, അല്ല ചെറിയ ബഡ്ജറ്റ് പടക്കങ്ങളാണ്. നമ്മള് കൊറേ ഉണ്ടായിരുന്നു കേട്ടോ വിഷുവിന്. കത്തിച്ച് മതിയായിട്ട് നമ്മള് എടുത്തച്ചാണ്. കത്തിക്കണത് അല്ലെ, കൂട്ടിട്ട് കത്തിക്ക, അല്ലാണ്ട് എന്താ ചെയ്യാ. ഓക്കെ, 12 മണിക്ക് നമുക്ക് പടക്കാൻ വേണ്ടിട്ട് നമ്മള് കൊലപ്പടക്കം അവിടെ തൂക്കാൻ പോണ്. ആ ജാതി അല്ല, ആ സപ്പോട്ട വെട്ടിയാ, ഞാൻ മറന്നുപോയി. അതുമേ കെട്ടിയത് അവിടെ ഓടാൻ പറ്റില്ല. അതെ, ഓക്കെ. ലൈറ്റ് കുറച്ച് കുറവ്. അതുമേ കിട്ടണേ, ഓടാൻ പറ്റൂലേ? കത്തും അത് ദൈവത്തിനറിയാ. ഓലല്ല, കൊലപ്പടക്കം. അത് നമ്മള് ഇത് 12 മണിക്ക് നമ്മള് തിരി കൊടുക്കും. അപ്പൊ നമ്മുടെ വീട്ടിലെ ചെറിയൊരു വെടിക്കെട്ട്. അയ്യോ ദൈവമേ, ചക്കൻ മനുഷ്യനെ പേടിപ്പിച്ചു, എന്തൊക്കെയോ കത്തിക്കണേ. അപ്പൊ നമ്മള് ചെറിയ വെടിക്കെട്ടാണ് സെറ്റപ്പ് ചെയ്യണേ. 12 മണിക്ക് നമ്മള് പൊട്ടിക്കും. കത്തിക്കല്ലേ. ആ എന്നാ ടെസ്റ്റ് റൺ. ഇങ്ങോട്ട് ഇട്ടിട്ടാ വണ്ടി ഇരിക്കുന്നുണ്ട്. ആ പൊട്ടിക്കുന്നൊക്കെ ഓക്കെ, ഇങ്ങോട്ടൊന്നും അറിയില്ലട്ടാ തിരിഞ്ഞിട്ട്. ഡാടാ നോക്കിയാ ടെൻഷൻ ഉണ്ടാ മനസ്സില്. നമ്മള് ഉദ്ഘാടനം ആദ്യം ഉദ്ഘാടനം ചെയ്തു. നമ്മള് ടെസ്റ്റ് റൺ ചെയ്യാൻ പറ്റും. വിഷുവിന് നമുക്ക് ആ ധൈര്യം വരുള്ളോ. രണ്ടും കൽപ്പിച്ചെറിഞ്ഞേ ഇങ്ങനെയല്ലേ അറിയാറ് നമ്മള്. അങ്ങനെയല്ല, പോലെ തന്നെ. അപ്പൊ 25 മൂഞ്ചി 2025 പോയി. ഇത് കത്താൻ അരമണിക്കൂർ എന്ത് കത്തിക്കാനാ? കത്തിയില്ല നീ. വിഷുവിന്റെ പടക്കത്തിന് ഇപ്പോഴും മാറണം. ഇത് എവിടെ പടക്കണം? അതെ. അപ്പൊ നമ്മള് ചെമ്പൻ പടക്ക കടയിലാണ് പടക്കം വാങ്ങിച്ചത്. ഇരുന്നാലക്കൂട എന്ത് നീ പൊട്ടിക്കണ അല്ല, വേണ്ട. നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇനി 25 എങ്ങനെയാണെന്ന് അറിയാം നമുക്ക്. അപ്പൊ 12 മണി കഴിഞ്ഞ് നമ്മള് പൊട്ടിക്കുമ്പോ ചീറ്റില്ലാന്ന് അറിയാം. 25 പോയി. കാര്യം ഇപ്പൊ ഞാൻ ചീറ്റിച്ചത് 24 25 ഞാൻ പൊട്ടിച്ചിട്ടില്ലേ. 25 പൊട്ടിക്കുമ്പോ നമുക്കറിയാം. 11:24 ടൈം കണ്ടില്ല. ഞാൻ ലൈറ്റർ എടുക്ക്, മറ്റേ തീപ്പെട്ടി കത്തിച്ചോടാ. എല്ലാം നടക്കോ. നമ്മുടെ വ്ളോഗ് കണ്ട് അവിടെ അട്ടഹാസിക്കുന്ന മമ്മി. ഓക്കെ, അയ്യോ
ആ 25 എന്താ വേണാവോ ഇത് വായിരുന്ന് പൊട്ടിയില്ല. എന്താണ്ടായേ? അല്ല എന്താണ് ഉണ്ടായത് ഇപ്പൊ? തിരിവെട്ടെന്ന് എത്തി വാലിരുന്ന് പൊട്ടിയ. ഓക്കെ, അപ്പൊ നമ്മുടെ ദേവത്തിന്റെ മനസ്സ് കാണാണ്ട് പോരുത്. ഈ ടൈമിലും വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാതെ ഇവിടെ വന്ന് പടക്കം പൊട്ടിക്കാൻ കാണിച്ച മനസ്സ് അതെപ്പോഴും ഞങ്ങൾ മനസ്സിലുണ്ടാവും. ആ അച്ഛനോണ്ടായിരുന്നു. അപ്പൊ അതായത് പടക്കം പൊട്ടോ പൊട്ടില്ലെന്ന് ഒരു ഉറപ്പില്ല. എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. അതാണ് പള്ളിപ്പെരുന്നാൾ ഇനി ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. പുത്തൻപിടിയ പള്ളി പെരുന്നാളായിരുന്നു. ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല പറയൂ, പടക്കം പൊട്ടിയില്ലേ നിന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയിരിക്കും? പടക്കാട് തൂക്കിട്ട് പൊട്ടി. ആദ്യ എക്സൈറ്റഡ് ആണ്. 57 57 ഓടിക്കാതെ നോക്കിയോടാ. ടയർ അവിടെ എടുക്കുന്നുണ്ട്, തലടിച്ച് വീഴരുത്. എന്നിട്ട് അങ്ങടല്ല ആദ്യ പ്രൊഫഷണൽ ആണ്. പൊട്ടിക്കടാ. കത്തിക്ക് ഇല്ല. A few moments later. അപ്പൊ 25 അടിപൊളി. എല്ലായിടത്തും പടക്കം പൊട്ടുണ്ട്, വേറെ സ്ഥലത്തൊക്കെ പൊട്ടുണ്ട്. നമ്മള് സക്സസ്ഫുള്ളി പൊട്ടിച്ചു. അടുത്ത കൊലപ്പടക്കം എടുക്ക് പൊട്ടിക്ക. അതും കൂടി ഉള്ളോ? കുറച്ച് പടക്കമുള്ളവരാണ് പൊട്ടിക്കണേ. അവരൊക്കെ വലിയ വലിയ പടക്കങ്ങളൊക്കെ നമ്മള് കുറച്ച് പടക്കമുള്ളൂ. നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള സ്കീമാണ് നമുക്ക്. കുറച്ചുള്ളോ? കുറച്ച് ചിക്ക് പോക്കാണേ. മോന്ത കരിയണ്ടാട്ടാ. എന്തൊരു ചെയ്യുന്നവൻ? ആ ചിക്ക് ബുക്ക് കത്തിക്കാൻ ആദ്യയുടെ ഐഡിയ. അയ്യോ ആ ഓക്കെ. കത്ത് ചിക്ക് പൂപ്പ് കൊണ്ട് മേശപ്പ് ഉണ്ടാക്കി ആദ്യം. ദേവട്ടെന്തേ കത്തിക്കുന്നു. നമ്മൾ പ്രൊഫഷണൽസ് എങ്ങനെ പടക്കം പൊട്ടിക്കാനായിട്ട് വെറുതെ എറിഞ്ഞാളെ. അയ്യോ നമസ്കാരം. ആരാത്? ആ വീണ്ടും അടുത്ത് കയറി. അക്ഷിത്തിനെ വ്ളോഗിൽ കാണിച്ചെടുത്ത്. നമ്മള് ഇന്ന് അക്ഷിത്തിനെ നമ്മൾ വ്ളോഗിൽ പരിചയപ്പെടുത്തില്ല. അക്ഷിത് പടക്കം പൊട്ടിക്കണം. അങ്ങട്ടിരിക്കാണ്ട് മറ്റോടത്തേക്ക് ഇങ്ങട്ടറിയല്ല കേട്ടോ. ചിറ്റി ചിറ്റി ചിലത് കത്തുന്നില്ല. ചീറ്റിപ്പോയി. ചിലത് കത്തുന്നില്ല. വിഷുവിന്റെ പടക്കായോണ്ട് മാത്രാണ്. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത മാലപ്പടക്കം കൂടെ പൊട്ടിച്ച് ദേവൂട്ടനെ വീട്ടിലോട്ട് വിടാൻ പോവാണ്. കുറച്ച് തിരക്കുണ്ട്. അതെ, അപ്പൊ അതും കൂടെ പൊട്ടിച്ച് നമ്മള് ന്യൂ ഇയർ ആഘോഷം എൻ്റെ ആണ്. കത്തിക്കട അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഡോണ്ട് വറി. ദേവട്ടം പോവാണ്. ഓക്കെ ബൈ ബൈ. കൈ സോപ്പിട്ട് കഴിക്കോളോ. നമുക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാം. ഓക്കെ ബൈ ബൈ.
നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹാപ്പി ന്യൂ ഇയർ പറയ്. മമ്മി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരെണ്ണം കൂടെ ലാസ്റ്റ് പൊട്ടിക്കുന്ന പറയുന്നത് പൊട്ടിച്ചോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.